ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളുടെ മണാലിയിലുള്ള ലാസ്റ്റ് സൈറ്റ് സീയിങ് ഡേ ആണെന്ന്. ഇന്ന് നമ്മൾ പോണത് സ്നോയിലേക്കാണ്. ഷിംല മണാലി എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് സ്നോ അല്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോണത് സ്നോയിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് നാച്ചുറൽ സ്നോയിലേക്ക് പോകുന്നത്. ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്നോയിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ നാച്ചുറലായിട്ടുള്ള സ്നോയിലേൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എല്ലാം ഉണ്ട്. പക്ഷേ മക്കളായിട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനാവശ്യമായിട്ടുള്ള ഡ്രസ്സും ക്യാപ്പും ബൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയിൽ നിന്ന് ഒരു കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പോണ വഴി ഇങ്ങനെയുള്ള ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അതിലൊരു കടയിൽ നിർത്തി നമ്മളും അവിടുന്ന് ഡ്രസ്സും ഇതൊക്കെ മാറ്റി ഗ്ലൗസും എല്ലാ കാര്യങ്ങളും അവിടുന്ന് അവർ തരും. അങ്ങനെ അവിടുന്നാണ് നമ്മൾ ഡ്രസ്സെല്ലാം മേടിച്ച് അതെല്ലാം മാറ്റി അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ ചെറുതായിട്ട് സ്നോ ഒക്കെ സ്റ്റാർട്ടായിട്ട് കാണുന്നുണ്ട്. പോണ വഴിയാണ് കേട്ടോ ഇത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. देखो बर्फ ही बर्फ ये अभी हल्का हल्का है, आगे थोड़ा इससे ज़्यादा। പോകുന്ന വഴിയിൽ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പാരാഗ്ലൈഡിങ്, പിന്നെ ഹോട്ട് ബലൂണ്, അതുപോലെ പിന്നെ അവിടെ എത്തിയതിന് ശേഷം സ്കേറ്റിങ്, സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. जब उन्होंने इधर से काम स्टार्ट कर दिया, उधर से भी स्टार्ट कर दिया। ये आ गया नॉर्थ। अब आ गए हम डिस्ट्रिक्ट लाहौल स्पीति। हिम की चादर देखो सामने, बर्फ दीवार पूरा ढका हुआ था। ये പോകുന്ന വഴി തന്നെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. मजा आप बोल रहे थे कि बर्फ ही नहीं मिली। इस नदी का नाम है चंदरा और आगे मिलेगी भागा। ये दोनों का संगम होता है, फिर ये जाती है सीधी पाकिस्तान। ഇതെല്ലാം മഞ്ഞ് വീണ് കിടക്കുകയാണ്. അതിനിടക്ക് ഒരു റിവറും ഉണ്ട്. ചില ഭാഗങ്ങളിൽ വെള്ളമൊക്കെ ഐസായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഒന്നും വെള്ളം ഐസായിട്ടില്ല.
ഒരുപാട് നേരം ഇങ്ങനെ ഗ്ലാസ് താഴ്ത്തി വീഡിയോ എടുക്കലൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നല്ല തണുപ്പ് ഇങ്ങനെ ഉള്ളിക്കടിക്കണ്ടായിരുന്നു. ഗ്ലാസ് പൊക്കിയിട്ട് നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ ഹീറ്റർ ഇട്ടിട്ടാണ് പോയിരുന്നത്. ചില ഭാഗങ്ങളിലൊന്നും നല്ല സ്നോ ഉണ്ടായിരുന്നില്ല. മറ്റ് ചില ഭാഗങ്ങളിലാണെങ്കിൽ ഫുൾ സ്നോ ആയിരുന്നു. पानी വെള്ളം ഐസായി കണക്കൊക്കെ अभी तो थोड़ा बहुत चल रहा है ना. അങ്ങനെ നമ്മൾ ഇവിടെ റീച്ച് ആയിട്ടുണ്ട്. ഇവിടെ എത്തിയ വഴിക്ക് ആദ്യം കുറച്ച് നല്ല തണുപ്പ് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പിന്നെ കുറച്ച് നേരം വാക്ക് ചെയ്തു. അങ്ങനെ ഇതിനൊക്കെ കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡ്രസ്സൊക്കെ അവർ തന്ന ഡ്രസ്സൊക്കെ ഇട്ടത് കാരണം പിന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ എന്താ ഇവർ ഓരോരുത്തരായിട്ട് സ്കേറ്റിങ്ങിന് പോവുകയാണ്. കുറേ ആൾക്കാർ അവിടെ സ്കേറ്റിങ് ചെയ്തിട്ട് വീഴുന്നുണ്ട്. വീഴുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയാണ്. നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആൾ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മളിതുപോലെ 2 സ്റ്റിക്ക് പിടിച്ചുകൊണ്ടാണ് നടക്കേണ്ടത്. അവനെയും കൊണ്ട് എന്തായാലും അതിന് സാധിക്കില്ല. അപ്പോൾ അവനെ നമ്മളെ ഗൈഡ് 2 റൗണ്ട് അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നമ്മൾ സ്കേറ്റിങ്ങും അതുപോലെ സ്ലൈഡിങ്ങും മാത്രമേ ഉള്ളൂ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിതാ നെക്സ്റ്റ് കാക്കുവിൻ്റെ ഊഴാണ്. കാക്കു കുഴപ്പമില്ലാതെ ചെയ്തു. പിന്നെ ഇതാ സ്ലൈഡിങ്. ഇത് നമ്മൾ 4 ആളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ലൈഡിങ്. ഇവൾ ആദ്യം കുറച്ച് കച്ചറ ഉണ്ടാക്കിയിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് സെറ്റായി. ഇവിടെ ഇതുപോലെ കുറേ ഏരിയ ഉണ്ട്. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരും ഉണ്ട്. അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട്. നമുക്കിപ്പോൾ മക്കളായിട്ട് എല്ലാ ആക്ടിവിറ്റീസൊന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 ആക്ടിവിറ്റീസ് നമ്മൾ ചൂസ് ചെയ്തു. പിന്നെ അങ്ങോട്ടൊക്കെ കുറേ നടക്കാനുണ്ട്. നമ്മളതൊന്നും ഒരുപാട് സ്ഥലമൊന്നും നമ്മൾ നടന്നില്ല. കാരണം മക്കൾക്കും ബുദ്ധിമുട്ടായി തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട്
കുറച്ച് ഭാഗങ്ങളൊക്കെ നടന്ന് പിന്നെ തിരിച്ച് പോരുകയാണ് ചെയ്തിരുന്നത്. പിന്നെ ഇതാ മക്കൾക്ക് ജോബിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര കച്ചറയായിരുന്നു. അപ്പോൾ അവരെ അതിൽ കയറ്റി. ആ ബോൾ ഇതാ അതുപോലെ ഉരുളുകയാണ് ചെയ്യുക. അവർ പോയത് എന്തായാലും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. ഈവനിങ് ആവുന്തോറും റോഡ് ഫുള്ള് ട്രാഫിക് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ നമ്മൾ ഒരു 4-5 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോന്നു. പോരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.